പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 118 സങ്കീർത്തനം 8 വാക്യം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. മനുഷ്യന്മാരിലെക്കാട്ടിലും ആശ്രയിപ്പാൻ കൊള്ളാവുന്നത് ദൈവത്തിലാണ്. പലപ്പോഴും ലോകത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരിൽ നാം ആശ്രയിക്കും. അവരുടെ ബലം കണ്ട്, അവരുടെ പദവി കണ്ട്, അവരുടെ ലോകത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് നാം പലപ്പോഴും ആശ്രയിച്ചു പോകാറുണ്ട്. മനുഷ്യരെ ഭയപ്പെട്ട് മനുഷ്യരുടെ വാക്കുകൾ കേൾക്കാറുണ്ട്. സമൂഹത്തിൽ വിലയും നിലയുമുള്ള മനുഷ്യരെ കാണുമ്പോൾ നാം അവരുടെ വാക്ക് ദൈവപ്രമാണത്തെക്കാട്ടിലും അധികമായി വിശ്വസിച്ച് പോകാറുണ്ട്. കാരണം ലോകത്തിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. കണ്ണുകൊണ്ട് കാണുന്നതല്ലേ മനുഷ്യർ വിശ്വസിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് കാഴ്ചയാലെ അല്ല, ഇത് വിശ്വാസത്തിൻ്റെ ജീവിതം അത്രേ. ഓരോ ചുവടുകളും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അല്ല വെക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ ചുവടുകൾ അത്രേ വെക്കേണ്ടത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നീ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ലെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 25 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയും ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾക്ക് അപ്പസ്തോലനായ പൗലോസിൻ്റെ ജീവിത ചരിത്രം നന്നായിട്ടറിയാം. താൻ റോമയിലേക്ക് കപ്പൽ കയറിയപ്പോൾ കൂടെയുള്ള പലരോടും താൻ ആത്മാവിൽ പ്രാപിച്ച ദൂത് കൈമാറി. താൻ ദൈവത്തിൽ നിന്ന് കേട്ടത് പറഞ്ഞു. നമ്മുടെ ഈ യാത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഇപ്പോൾ യാത്ര ചെയ്യരുത്. കാലാവസ്ഥയെക്കാട്ടിലും അതീതമായി ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണമെന്ന്, നിങ്ങളുടെ പരിചയത്തെക്കാട്ടിലും ഉപരിയായി ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണമെന്ന് അദ്ദേഹം ഉപദേശിച്ചപ്പോൾ ഹല്ലേലൂയ, അവർ മാലുമിയുടെയും കപ്പിത്താൻ്റെയും വാക്ക് കേട്ടു. കപ്പലുടമയുടെയും കപ്പലിൻ്റെ ആ കപ്പിത്താൻ്റെയും വാക്കാണ് അവർ കേട്ടത്. എന്നിട്ട് അവർ അവരുടെ ബോട്ട് യാത്ര, അവരുടെ കപ്പൽ യാത്ര തുടങ്ങി. എന്താ സംഭവിച്ചത്? നമുക്ക് വളരെ സുപരിചിതമത്രേ. ആ യാത്രയിൽ വലിയ നഷ്ടമുണ്ടായി. കപ്പൽ തകർന്നുപോയി, എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. എല്ലാവരും തകർന്നടിഞ്ഞ് മെലീത്തയിൽ എത്തിച്ചേർന്ന വേദപുസ്തക ചരിത്രം നമുക്ക് സുപരിചിതമത്രേ. മനുഷ്യൻ്റെ വാക്ക് കേട്ട് മനുഷ്യനിൽ ആശ്രയിച്ചാൽ, മനുഷ്യൻ്റെ എക്സ്പീരിയൻസിൽ മനുഷ്യൻ്റെ കഴിവിൽ, മനുഷ്യൻ്റെ പണത്തിൽ നാം ആശ്രയിച്ചാൽ ഒരു പക്ഷേ ലജ്ജിച്ചു പോകാം. എന്നാൽ ഇതാ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. മനുഷ്യർ സഹായിക്കും എന്ന് പറഞ്ഞാലും കാലം കഴിയുന്നതനുസരിച്ച് അവർ വാക്കുമാറിയെന്നിരിക്കാം, എന്നാൽ വാക്കുമാറാത്ത ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് 146 സങ്കീർത്തനത്തിലും നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിലും ആശ്രയിക്കരുത്. നമ്മുടെ ദൈവം സഹായിപ്പാൻ കഴിയാത്ത ഒരു മനുഷ്യപുത്രനല്ലല്ലോ. നമ്മുടെ കർത്താവ് സഹായിപ്പാൻ കഴിവുള്ളവനത്രേ. അത് നാം വേദപുസ്തകത്തിൽ എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പാപമൊഴികെ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവൻ, നമ്മുടെ ഏത് ആവശ്യവും മനസ്സിലാക്കുന്ന, നമ്മുടെ ഏത് സാഹചര്യവും നന്നായിട്ടറിയുന്ന, നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ശക്തനായ ദൈവമത്രേ. ഇന്ന് പകൽക്കാലത്തിലും നാം അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ നമ്മെ സഹായിപ്പാൻ മതിയായവനത്രേ. വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, താൻ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അവൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനായ ദൈവം. ഹല്ലേലൂയ. ഇതാ വീണ്ടും വേദപുസ്തകം പറയുന്നു, താൻ മുഖാന്തരമായി നമ്മോട് അടുത്ത് ചെല്ലുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഒന്ന്, കർത്താവ് സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാ. നമ്മെപ്പോലെ പാപമൊഴികെ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് നമ്മെ നന്നായിട്ടറിയാം, നമ്മുടെ പ്രശ്നങ്ങളെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നവുമായി അവൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ നമ്മെ മനസ്സിലാക്കുന്ന
അറിയുന്ന ദൈവം അത്രേ. 2 ഹല്ലേലൂയ അവന് ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവം, സദാ ജീവിക്കുന്നവനാകയാൽ ഹല്ലേലൂയ അവരെ രക്ഷിക്കും. പലരിലും ആശ്രയിച്ചിട്ട് ആ വ്യക്തിയുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ചെല്ലുമ്പോൾ ഹല്ലേലൂയ പലരും പറയുന്നു ഹല്ലേലൂയ അവൻ ഇപ്പോൾ ജീവനോടെ ഇല്ല, ആ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾ അവിടെ ഇല്ല. ഹല്ലേലൂയ ഇതാ വേദപുസ്തകം പറഞ്ഞ യേശു കർത്താവ് സദാ ജീവിക്കുന്നവൻ. 146 സങ്കീർത്തനത്തിൽ നമ്മൾ അതുതന്നെയാണ് വായിച്ചത്. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും ഹല്ലേലൂയ അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്നു തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ യാക്കോബിൻ്റെ ദൈവത്തിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ വിശ്വസ്തനായ ദൈവം, അവൻ പീഡിതർക്ക് ആഹാരം ന്യായം കൊടുക്കുന്നവൻ, വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നവൻ, ബദ്ധന്മാരെ അഴിച്ചുവിടുന്നവൻ, അവൻ എന്നേക്കും ജീവിക്കുന്നവൻ, അവൻ ശക്തിയുള്ളവൻ, അവൻ കഴിവുള്ളവൻ, അവൻ മതിയായ ദൈവം. ലോകമനുഷ്യരിൽ ആശ്രയിക്കുന്നവരുടെ ഹല്ലേലൂയ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് അവർ നമ്മെ സഹായിക്കത്തുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ നന്നായിട്ട് അറിയുന്നവൻ. 2 അവൻ സദാ ജീവിക്കുന്നവൻ. 3 അവൻ ശക്തിയുള്ളവൻ. 4 അവൻ ഏത് ആവശ്യത്തിനും മതിയായവൻ. 5 ഏത് സമയത്തും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനായ ദൈവമാണ്, അടുത്തിരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലവും ഈ കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.